മറ്റൊരു മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിലെ നമുക്കൊരു മുന്നേറ്റം, ഒരു ബ്രേക്ക് ത്രൂ വരുന്നതിനെക്കുറിച്ചുള്ള 5 പോയിന്റുകളാണ് പറഞ്ഞത്. നിങ്ങളത് ശ്രദ്ധിക്കുക, അത് തുടർമാനമായിട്ട് ഇത് കാണുക. ഇനി 5 പോയിന്റ് കൂടെ പറഞ്ഞ് ഈ നമ്മളെ മുന്നേറ്റത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ ഒന്ന്, നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോ നമ്മളെ വിട്ടുപോകുന്ന നമുക്കൊരു പുതിയ സീസണാണ് എന്ന് പറഞ്ഞു. രണ്ടാമത്, പ്രാർത്ഥിക്കാനായിട്ടുള്ള നമുക്കൊരു സ്പിരിറ്റ് നമുക്ക് വരുന്നത്, നമുക്കൊരു പുതിയ സീസൺ, ഒരു മുന്നേറ്റം തുടങ്ങുന്നു എന്ന് കാണിക്കുന്നു എന്ന് പറഞ്ഞു. മൂന്നാമത് പറഞ്ഞ് നമുക്ക് ടെംപ്റ്റേഷൻ, നമുക്ക് പരീക്ഷ വരുന്നു. കാരണം ഈ പരീക്ഷ എന്ന് പറയുന്നത് പിശാചിന് നമുക്ക് ദൈവം തന്നിരിക്കുന്ന നമ്മുടെ ആത്മാവിലിട്ടിരിക്കുന്നതും നമുക്ക് റിലീസ് ചെയ്യാൻ പോകുന്നതുമായിട്ടുള്ള മുന്നേറ്റത്തെ പിശാചിന് അറിയാവുന്നതുകൊണ്ട് പരീക്ഷകൾ കൊണ്ടുവരുന്നു പറയും. നാലാമത് നമ്മുടെ കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ സ്വപ്നങ്ങൾ വഴിയുള്ള ദർശനങ്ങൾ വഴി കൺഫർമേഷൻ തരുമെന്ന് പറഞ്ഞു. അഞ്ചാമത് പറഞ്ഞ് ദ സ്പിരിറ്റ് ഓഫ് ഡിസേൺമെൻറ്റ്, നമുക്കത് ഫീൽ ചെയ്യാം, അറിയാം എന്ന് പറഞ്ഞു. ആറാമത്, നമുക്കൊരു മുന്നേറ്റം വരുന്നു എന്ന് മനസ്സിലാക്കുന്നത് അൺയൂഷ്വൽ ഗ്രേസ് ടു ഗീവ്. ഇതൊരു പ്രത്യേക ഒരു സംഭവമാണ്. നിങ്ങളത് ചെയ്തു നോക്കിയിട്ടില്ലെങ്കിൽ ചെയ്തു നോക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. കൊടുക്കുന്നതിലുള്ള ഒരു കൃപ ധാരാളമായിട്ട് വർദ്ധിക്കും. എന്നുവെച്ചാൽ നിങ്ങളുടെ എല്ലാ ആളുകൾക്കും കൊടുക്കുക. നിങ്ങളുടെ പണം കൊടുക്കുന്നു, നിങ്ങളുടെ വസ്ത്രം കൊടുക്കുന്നു, നിങ്ങളുടെ സമയം കൊടുക്കുന്നു. നിങ്ങൾക്ക് അറിയത്തില്ല എന്താ എങ്ങനെ വരുന്നറിയില്ല. പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ പറയാം, എല്ലാം കൊടുക്കണം, മറ്റുള്ളവരെ സഹായിക്കണം, മറ്റുള്ളവർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ക്രിസ്തീയ പ്രവർത്തനത്തിന് കൊടുക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്. ഇങ്ങനെ വരുമ്പോൾ ഇത് ശരിക്കും ഒരു ബൈബിൾ പ്രിൻസിപ്പിളും കൂടിയാണ്. നമുക്ക് വേറെ എപ്പിസോഡുകളിൽ നമ്മൾ സ്പിരിച്വൽ ലോസിനെ കുറിച്ചും അതുപോലെ വേൾഡ്ലി ലോയെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. കൊടുക്കുക എന്ന് പറയുന്നത് കൊടുക്കും തോറും ഏറിടും. നമ്മുടെ വെസലുണ്ടല്ലോ, ഈ വെസൽ എംറ്റി ചെയ്തില്ലെങ്കിൽ വെസൽ വീണ്ടും ഫില്ല് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇതൊക്കെ ഒരു ജനറൽ പ്രിൻസിപ്പിളാണ്. നിറഞ്ഞിരിക്കുമ്പോൾ ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല. അത് ഒഴിവായി അതിൽ നിന്ന് പുറത്ത് വരുമ്പോഴാണ് വീണ്ടും അതിനകത്ത് ഫില്ല് ചെയ്യാൻ. ദൈവം ഫില്ല് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എംറ്റി ചെയ്യണം. എംറ്റി ചെയ്തെങ്കിൽ ദൈവത്തിന് ഫില്ല് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കൊടുക്കുന്ന കാര്യത്തിൽ നമുക്ക് പ്രത്യേക ഒരു കൃപ വരിക. നമുക്ക് നമ്മുടെ എല്ലാം കൊടുക്കണം, മറ്റുള്ളവർക്ക് കൊടുക്കുക. എൻ്റേതായിട്ടൊന്നും പിടിച്ചു വെക്കാനായിട്ടുള്ള ഇതൊക്കെ ദൈവികത്വം. കാരണം സ്പിരിറ്റ് ഓഫ് മാമോൻ എന്ന് പറഞ്ഞൊരു സംഭവം. സ്പിരിറ്റ് ഓഫ് മാമോൻ, ഈ സ്പിരിറ്റ് ഓഫ് മാമോനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ ലോകത്തിലുള്ള ഫൈനാൻസ് മേഖലകളിലെല്ലാം തന്നെ ഈ സ്പിരിറ്റ് ഓഫ് മാമോൻ എന്നുണ്ട്. അതൊരു ഡിസിപ്ഷൻ സ്പിരിറ്റാണ്. അത് വന്നു കഴിഞ്ഞാൽ കണ്ണുകളെല്ലാം മഞ്ഞളിച്ചു പോകും. അത് വന്നു കഴിഞ്ഞാൽ അവൻ്റെ മൈസർ എന്ന് പറഞ്ഞാൽ ദ്രവ്യാഗ്രഹം കൂടുതൽ ഉണ്ടാവും. പണം ഉണ്ടാക്കാവുന്നവർക്കാണ് വീണ്ടും പണം ഉണ്ടാക്കാനുള്ള താല്പര്യം വർദ്ധിക്കുന്നത്. ഈ പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ലാതെ പട്ടിണി കിടക്കുന്ന, രാവിലെ പോയി എന്തെങ്കിലും കിട്ടി അത് ജീവിക്കുന്നവർക്ക് ഈ പണം വലുതായിട്ട് ഉണ്ടാക്കാനുള്ള താല്പര്യമില്ല. പണ്ട് ഇങ്ങനെ എന്നോട് ഒരാളിങ്ങനെ പറഞ്ഞു, ആദ്യത്തെ 1,00,000 രൂപ ഉണ്ടാക്കാനാണ് പ്രയാസം, അത് കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടംപോലെ പണം വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദിസ് എ സ്പിരിറ്റ് ഓഫ് മാമോൻ അതിനകത്തുണ്ട്, ഒരു സ്പിരിറ്റ്. അതുകൊണ്ടാണ് പറയുന്നത് ഇത് മുഴുവൻ ദൈവത്തിന് സമർപ്പിച്ചിട്ട്. അതാ പുതിയ നിയമത്തിലെ പ്രിൻസിപ്പിൾ അതാണ്. എനിക്ക് ഉള്ളതെല്ലാം ദൈവത്തിൻ്റെതാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. അത് ദൈവത്തിന് കൊടുത്തിട്ട് അത് ദൈവത്തിൽ നിന്ന് യൂസ് ചെയ്യുമ്പോഴാണ് അത് പ്യൂരിഫൈഡ് ആയിട്ട് യൂസ് ചെയ്യപ്പെടുന്നത്. യേശുക്രിസ്തു പോലും ടാക്സ് കൊടുക്കാനായിട്ട് മീനിനെ ആവശ്യമായിരുന്നു, യേശുവിന് പോലും. യേശുവിൻ്റെ പണമൊന്നുമില്ല. യേശുവിൻ്റെ മിനിസ്ട്രി ചെയ്തതെല്ലാം തന്നെ ആ സമയത്ത് ഹെരോദാവിൻ്റെ ഫൈനാൻസിൽ ജോലി ചെയ്യുന്ന ലേഡീസും ബാക്കിയുള്ളവരും ഒക്കെ ചെയ്ത് നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലൊക്കെ വായിക്കാനായിട്ട് പറ്റും. സോ യുവർ ബ്രേക്ക് ത്രൂ അറൈസ്, യുവർ ഓപ്പണിംഗ് റൂംസ് മോർ. നിങ്ങൾ കൂടുതൽ ദൈവനാമത്തിനും മറ്റുള്ളവർക്ക് വേണ്ടിയും നിങ്ങളുടെ റിസോഴ്സസ് തുറക്കുന്നു എങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് യു ആർ ഓപ്പണിംഗ് ഫോർ എ ബ്രേക്ക് ത്രൂ. നിങ്ങൾക്കൊരു ബ്രേക്ക് ത്രൂ വരുന്നു എന്ന് കാണാം. അടുത്ത ഒരു കാര്യം, യു സ്റ്റാർട്ട് സീയിങ്, നിങ്ങൾ പ്രൊഫറ്റിക് നമ്പേഴ്സ് കാണും. ഈ പ്രൊഫറ്റിക് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അത്
മനസ്സിലാക്കാനായിട്ട് അല്പം പ്രയാസമാണ്. അതൊരു മിയർലി ഒരു നമ്പറല്ല, ചില സിംബൽസാണ്. അത് ഹെബ്രു ലെറ്റേഴ്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ദ ബുക്ക് ഓഫ് നമ്പേഴ്സ്. ഇതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് പഠിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഹെബ്രു ഭാഷയിലൊക്കെ ചില പ്രൊഫറ്റിക് നമ്പേഴ്സ് നിങ്ങൾ കാണാനായിട്ട് തുടങ്ങുമ്പോൾ നിങ്ങളത് ഓർത്തിരുന്ന് നിങ്ങൾക്കത് വരയ്ക്കാനും അത് എഴുതാനും ഒക്കെ പറ്റുന്നൊരു സ്റ്റേജിലേക്ക് വരും. ദാറ്റ്സ് എ പ്രൊഫസി, പ്രൊഫറ്റിക് നമ്പേഴ്സ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും യു ആർ ഗോയിങ് ഫോർ എ ബ്രേക്ക് ത്രൂ. അതാണ് 7ാമത്തെ കാര്യം. 8ാമത്തെ കാര്യം ചലഞ്ചസ് ഇൻ യുവർ ലൈഫ്. നേരത്തെ നമ്മൾ ടെംപ്റ്റേഷനെ കുറിച്ച് പറഞ്ഞു. ഈ ടെംപ്റ്റേഷൻ അല്ല, ചലഞ്ചസ്. ട്രബിൾസ് ആർ കമ്മിങ് ഇൻ യുവർ വേ. നിങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് പ്രയാസങ്ങൾ, ട്രബിൾസ് വരുന്നു. ട്രബിൾസ് വരുന്ന എന്തിനാണ്? നിങ്ങളെ പുറകോട്ട് പിടിച്ച് വലിക്കാനായിട്ടാണ്, നിങ്ങളെ തള്ളി പുറകോട്ട് കൊണ്ടുപോകാനാണ്. നിങ്ങൾ മുമ്പോട്ട് പോകാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്, അതിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, അന്നേരം നിങ്ങളെ പുറകോട്ട് വലിക്കാനാണ് ട്രബിൾസ് വരുന്നത്. യേശുക്രിസ്തു ഗദരദേശത്തുള്ള പിശാച് ബാധിച്ച മനുഷ്യനെ കാണാനായിട്ട്, കല്ലറയിൽ പാർക്കുന്ന മനുഷ്യനെ കാണാനായിട്ട് പോയി കഴിഞ്ഞപ്പോഴേ മർക്കോസ് 4-ാം അധ്യായത്തിലെ ആ ബോട്ടിനകത്ത്, ബോട്ടിൽ കൂടി അവരെ വെള്ളത്തിൽ കൂടി യാത്ര ചെയ്യുമ്പോഴേ അവരൊരു ട്രബിളിൽ അകപ്പെട്ടായിട്ട് കാണുന്നു. മർക്കോസ് 4-ന്റെ 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങളാണ്. കാരണം എന്താണ്? അത് അവരെ ബാക്കിലോട്ട് പുഷ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സിനകത്തും കൂടി ആയിരിക്കും അത് വന്നത്. എന്തായാലും യേശു അവിടെ ഉണ്ടായിരുന്നു. യേശു അത് അവിടെ ഉറങ്ങുകയായിരുന്നു. എന്നാൽ യേശു എഴുന്നേറ്റ് അതിനെ ശാസിച്ചതായിട്ടും ഒക്കെ നമ്മൾ കാണുന്നു. സോ ഇൻ ദ മിഡിൽ സ്റ്റോംസ് വിൽ അറൈസ്. തൂഫാൻ അല്ലെങ്കിൽ കാറ്റും കോളും ഒക്കെ വരും. നമുക്ക് ഒറ്റ ചോയ്സാണുള്ളത്. നമുക്കത് ഫേസ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നോക്ക് പോവാം. നമ്മൾ പുറകോട്ട് പോയാൽ സ്റ്റോം പെട്ടെന്ന് നിൽക്കും. എന്നാൽ നമ്മൾ റെസിസ്റ്റ് ചെയ്താൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടോടുകൂടി അത് കടന്നു പോകാൻ പറ്റും. നമ്മളെ മുക്കിക്കളയത്തൊന്നുമില്ല. നമ്മൾ വിചാരിക്കും അത് മുങ്ങിപ്പോകും എന്ന് വിചാരിച്ചാൽ മുക്കിക്കളയത്തില്ല. അതാണ് എൻ്റെ പ്രത്യേകത. ഈ ട്രബിൾസിൻ്റെ പ്രത്യേകത, നമ്മൾ വിചാരിക്കും അയ്യോ ഇത് നമ്മൾ കഷ്ടമാണ്. ചില ആളുകൾ എനിക്കറിയാവുന്ന ആളുകളാണ്, നമ്മളെ ചില ഈ റിസ്കുകൾ ലൈഫിൽ എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ റിസ്ക് എടുക്കുമ്പോഴാണ് കൂടുതലായിട്ട് അവരുടെ ജീവിതത്തിലെ ഒരു നന്മ അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ വന്നു ചേരുന്നത്. ഈ റിസ്ക് എടുക്കാനായിട്ട് അവർക്ക് ഭയങ്കര പാടാണ്. അവർ പറയും ഞാനെന്തിനായി പോന്നേ, അന്നേരം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ സമയവും അല്ലെങ്കിൽ എൻ്റെ എനർജി ഒന്നും ഞാൻ വേസ്റ്റ് ചെയ്യത്തില്ല, ഞാൻ അതിനകത്ത് പോകത്തില്ല എന്ന് പറഞ്ഞ് ഭവനത്തിലിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെ സംബന്ധിക്കുക എന്താണ്, അവർ മുന്നോട്ടുണ്ടാവില്ല. ദർ ഇസ് നോ ബ്രേക്ക് ത്രൂ. അവരിങ്ങനെ അവിടെ ഇരിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ ഫൈനാൻസിനെ കുറിച്ചൊക്കെയുള്ള പ്രൊഫസികൾ വരുമ്പോഴേ നമ്മുടെ ജീവിതം കൂടുതൽ ടഫാവുന്നതായിട്ട് കാണാം. ഒരു ബ്രേക്ക് ത്രൂ വരുന്നതിന് നമ്മുടെ ജീവിതം ഭയങ്കര ടഫാവും. നമ്മൾ കുറച്ചും കൂടെ മേലോട്ട് പോകാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ പ്രസവത്തിന് മുമ്പുള്ള വേദന എന്ന് പറയുന്ന പോലെ പ്രസവം കഴിയുമ്പോഴേ ഈ പ്രസവവേദനയിൽ കൂടി കടന്നു പോയതിന് ശേഷം ആ കുഞ്ഞിനെ കാണുമ്പോഴുള്ള ഹാപ്പിനെസ് എന്ന് പറയുന്ന പോലെ വി ആർ ഗോയിങ് ത്രൂ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. നമ്മൾ ഒരുപാട് ട്രബിൾസ് വരുന്ന ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോകും. എന്നാൽ ആ സമയത്ത് ആ പ്രയാസങ്ങൾ വരുമ്പോഴേ ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യുക. തിങ്സ് വിൽ ഗോ ഹയർ. നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ അത് മേലോട്ട് പോകുന്നതായിട്ട് കാണാം. 9ാമത്തെ ഒരു പോയിന്റ്, നമ്മൾ 8 പറഞ്ഞു, 10 പോയിന്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. 9ാമത്തെ പോയിന്റ്, നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾ ഈ ഇരിക്കുന്ന പ്ലേസിൽ, നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾ ഒരുപാട് വളരുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങളുടെ സ്പേസ് ആയാലും നിങ്ങളുടെ സീസൺ ആയാലും നിങ്ങളുടെ വർക്ക് പ്ലേസ് ആയാലും എല്ലാം തന്നെ ഒരു ഔട്ട്ഗ്രോയിങ്, കൂടുതലായിട്ട് വളരുന്ന പോലെ. എന്നുവെച്ചാൽ നിങ്ങളുടെ ആത്മാവിലെ പെട്ടെന്ന് തന്നെ ഒരുപാട് ഡിമാൻഡ്സിൻ്റെ എന്നുവെച്ചാൽ ആവശ്യങ്ങളുടെ പ്രത്യേകം ഒരു പ്രഷർ വരികയാണ്. പെട്ടെന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വീട്ടിൽ ഒരു ബെഡ്റൂമേ ഉള്ളൂ എങ്കിൽ അതൊരു 3 ബെഡ്റൂം ആക്കണമെന്ന് വിചാരിച്ച് നിങ്ങൾ പണി തുടങ്ങും എന്നിരിക്കട്ടെ. അത് പണമുള്ളവർക്കേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയുകയാണ്, പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു പെട്ടെന്നൊരു മുന്നേറ്റം, ഒരു ബ്രേക്ക് ത്രൂ വരുന്ന പോലെ നിങ്ങൾ ചെയ്യാണ്. നിങ്ങൾ പെട്ടെന്ന്
നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നോക്കുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ബാങ്കിൽ പോയി ആരോ പ്രേരിപ്പിക്കുന്നു, നിങ്ങൾ പോയി ഒരു അക്കൗണ്ട് തുടങ്ങുന്നു. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, എന്നാൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നു. ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു, എന്നാൽ ഇപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് വരാനായിട്ട് തുടങ്ങി നിങ്ങൾ മനസ്സിലാക്കുന്നു. സ്വർഗീയമായിട്ടുള്ള ദൈവികമായിട്ടുള്ള ചില കണക്ഷൻസ് വരുന്നു. നിങ്ങളെ സഹായിക്കാനായിട്ട് ആളുകൾ മുന്നിലോട്ട് വരുന്നു. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ സഹായിക്കാനായിട്ട് ആളുകൾ എത്തുന്നു. ഇതെല്ലാം തന്നെ കാണിക്കുന്നത് യു ആർ ഔട്ട് ഗ്രോയിങ്. നിങ്ങൾക്കൊരു മുന്നേറ്റം വരുന്നതിൻ്റെ ഒരു തെളിവായിട്ട് ഈ കറണ്ട് സിറ്റുവേഷനിൽ കാണുന്നതായിട്ട്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളിലൊക്കെ ഈ രീതിയിൽ വരികയാണെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യരുത്, ഗോ ഫോർവേഡ്. പലപ്പോഴും നമ്മൾ സംശയിച്ച് തടസ്സപ്പെടുത്തിയാലേ അത് ചിലപ്പോഴേ അത് തടസ്സപ്പെട്ടു പോകും. സോ ഗോ ഫോർവേഡ്. 10ാമത്തെ പോയിന്റ്, പീപ്പിൾ റിജക്റ്റിംഗ് യു ഫോർ നോ റീസൺ. ആളുകൾ നിങ്ങളെ റിജക്റ്റ് ചെയ്യും ഒരു കാരണവുമില്ലാതെ. എന്നിട്ട് റിജക്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? അയ്യോ നമ്മുടെ ജീവിതം നമ്മൾ ഇതുവരെ അവരോട് കൂടിയിരുന്നാണല്ലോ, അപ്പോൾ അവർ നമ്മളെ ഉപേക്ഷിച്ചല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ നിരാശയാവും. ഡെവിളിനൊരു അറ്റൻഷനും കൊടുക്കരുത്. അവരെ കൺവിൻസ് ചെയ്യാനേ നിങ്ങൾ പോകരുത്. നിങ്ങൾ പലപ്പോഴും അതാണ്, അയ്യോ അവർ പോകരുത്, കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. എന്നാൽ ദൈവം ഈ റിജക്ഷനെ എടുത്തിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവുണ്ടാക്കാനായിട്ട് ദൈവം ശ്രദ്ധിക്കും. യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തു തള്ളിക്കളഞ്ഞ മൂലക്കല്ലായിരുന്നു, അല്ലേ? അത് വീട് പണിയുന്നവൻ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. തള്ളിക്കളഞ്ഞതിനെ മൂലക്കല്ല. ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. മത്തായി 21:42 വാക്യമാണ്. അതുകൊണ്ട് തക്ക സമയത്ത് ദൈവം ഇതിനകത്ത് ഇടപെടും. അതുകൊണ്ട് പീപ്പിൾ നിങ്ങളെ റിജക്റ്റ് ചെയ്താൽ നിങ്ങൾ അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ദൈവം തിരഞ്ഞെടുത്ത ആളുകൾ പോലും ഈ നാളുകളിൽ റിജക്ഷൻ ഫേസ് ചെയ്യുന്നുണ്ട്, ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ. അത് കാണിക്കുന്നത് നമുക്ക് പലപ്പോഴും അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല, എന്നാൽ നിങ്ങളെ ദൈവം ഉപയോഗിക്കാനായിട്ട് പോകുന്നു എന്നുള്ളതാണ്. നമ്മൾ അത് കൺവിക്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണെങ്കിൽ ദൈവത്തിന് നമ്മളെ യൂസ് ചെയ്യാൻ പറ്റത്തുമില്ല. എന്ന് പറയുന്നത് ദൈവം തന്നെ മനഃപൂർവ്വം തള്ളിക്കളഞ്ഞിട്ട് ആളുകൾ നമ്മളെ റിജക്റ്റ് ചെയ്യിപ്പിക്കുകയാണ്. എന്തിനാണ്? ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്. അത് നമ്മൾ അതിൽ നിന്ന് പോയി അതിൻ്റെ പുറകെ പോയിട്ട് അയ്യോ എന്നെ റിജക്റ്റ് ചെയ്തു പോയല്ലോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവരെ കൺവിക്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അതിനുവേണ്ടി നമ്മൾ പോരുത്. നമ്മളതുകൊണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത്, റിജക്ഷൻ വരുന്ന സമയത്ത് നമ്മളത് ഫേസ് ചെയ്യണം, ദൈവസനിലേക്ക് അത് സമർപ്പിക്കുക. ഗോഡ് ഈസ് ഹാവിങ് എ പർട്ടിക്കുലർ പർപ്പസ്. ഞാനിന്ന് ഇത് വൈൻഡപ്പ് ചെയ്യാണ്. 10 കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങളത് 10 പോയിന്റ് 2 എപ്പിസോഡിലായിട്ട് നിങ്ങളത് ശ്രദ്ധിച്ചു എന്ന് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അതിൻ്റെ 10 കാര്യങ്ങൾ ഒറ്റയടിക്കെന്ന് പറയാം. 1, നിങ്ങൾ നേരത്തെ കാണാത്തവരെയും കൂടെ ഉദ്ദേശിച്ച് പറയുകയാണ്. 1, ആളുകൾ നിങ്ങൾ വിട്ടുപോകുമ്പോഴേ നിങ്ങളുടെ പുതിയ സീസൺ ആരംഭിച്ചു എന്ന് ചിന്തിക്കുക. 2, പ്രാർത്ഥിക്കാൻ ഒരു ആത്മാവ് നിങ്ങൾക്ക് വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴേ പുതിയ സീസൺ ആരംഭിച്ചു എന്ന് വിചാരിക്കുക. 3, നിങ്ങൾക്ക് ടെംപ്റ്റേഷൻ ധാരാളമായിട്ട് വരുന്നത് ദൈവം നിങ്ങൾക്ക് ഒരു ബ്രേക്ക് ത്രൂ തരികയാണെന്ന് ചിന്തിക്കുക. 4, നിങ്ങളുടെ സ്വപ്നങ്ങൾ കൂടി ചില കൺഫർമേഷൻ തരികയാണ്, നിങ്ങൾക്കൊരു ബ്രേക്ക് ത്രൂ വന്നുവെന്ന്. 5, നിങ്ങളുടെ ഹൃദയങ്ങളിൽ അത് ഫീൽ ചെയ്യാനായിട്ട് ദൈവം അതിന് കൃപ തരും. അത് എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് എ സ്പിരിറ്റ് ഓഫ് ഡിസേൺമെൻറ്റ്, അത് ദൈവം തരികയാണ്. 6, ഒരു അൺയൂഷ്വൽ ഗ്രേസ് നിങ്ങൾക്കുണ്ടാകുകയാണ്. കൊടുക്കാനായിട്ടുള്ള ഒരു അൺയൂഷ്വൽ ഗ്രേസ് നിങ്ങൾക്കുണ്ടാകുകയാണ്. നിങ്ങൾ ധാരാളമായിട്ട് ആളുകളോട് ഷെയർ ചെയ്യുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ഒരു ബ്രേക്ക് ത്രൂവിൻ്റെ കാലമാണ്. 7ാമത്തെ കാര്യം, നിങ്ങളെ പ്രൊഫറ്റിക്കായിട്ടുള്ള നമ്പേഴ്സ് കാണുന്നു. 8, നിങ്ങളുടെ ജീവിതങ്ങളിലെ ധാരാളമായിട്ടുള്ള ചലഞ്ചസ് വരികയാണ്. കാര്യങ്ങളെയൊക്കെ വഴിയിൽ വെച്ച് തടസ്സപ്പെടുത്താനുള്ള ചലഞ്ചസ് വരികയാണ്.
ഒമ്പതാമത്, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾ വലുതായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് വരുന്നു. പത്താമത്, ഒരു കാരണമില്ലാതെ ആളുകൾ നിങ്ങളെ റിജക്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള സിംറ്റംസ്, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ വന്നാൽ യു ഹാവ് ടു സീ ദാറ്റ് യു ആർ ഗോയിങ് ത്രൂ എ ബ്രേക്ക് ത്രൂ. ഇത് ജനറലായിട്ടുള്ള, ഞാൻ ചില ദൈവദാസന്മാരുടെ പുസ്തകങ്ങളും ഒക്കെ റെഫർ ചെയ്തും ഒക്കെയുള്ള പറയുന്ന കാര്യങ്ങളാണ്. എന്നാൽ ദൈവം നേരിട്ട് നമ്മളോട് ഇടപെട്ട് നിങ്ങൾക്കൊരു ബ്രേക്ക് ത്രൂ തരുന്നു എന്ന് പറയുന്നുണ്ട്. ദൈവം നേരിട്ട് പറയും. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു വാക്യമുണ്ട്, യു ഫീൽ ഇറ്റ്. അത് അഞ്ചാമത് ഇത് പറയുന്നുണ്ട്, യു ഫീൽ ഇറ്റ്. ദൈവം നമ്മുടെ ആത്മാവിനോട് സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. നമുക്കറിയാം, നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ കേൾക്കും, ദൈവത്തിൽ നിന്ന് കേൾക്കും. പിശാചിൽ നിന്ന് കേൾക്കും, മനുഷ്യനിൽ നിന്ന് കേൾക്കും, ദൈവത്തിൽ നിന്നും കേൾക്കും. അതിന് പിശാചിൽ നിന്ന് കേൾക്കുന്നത് ദൈവത്തിൽ നിന്ന് കേൾക്കുന്നതാണ് തെറ്റിദ്ധരിക്കരുത്. മനുഷ്യനിൽ നിന്ന് കേൾക്കുന്നതും ദൈവത്തിൽ നിന്ന് കേൾക്കുന്നതാണ് തെറ്റിദ്ധരിക്കരുത്. ദൈവത്തിൽ നിന്ന് കേൾക്കുന്നത് എപ്പോഴും തന്നെ ദൈവവചനത്തെ കോൺട്രഡിക്റ്റ് ചെയ്യത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒന്നുകൂടെ ഞാനത് പറയാം. ദൈവത്തിൽ നിന്ന് കേൾക്കുന്നത് ദൈവവചനത്തെ കോൺട്രഡിക്റ്റ് ചെയ്യില്ല. അതിന് ദൈവവചനത്തെ കോൺട്രഡിക്റ്റ് ചെയ്തെന്ന് കേൾക്കുകയാണെങ്കിൽ അത് പിശാചിൽ നിന്ന് കേൾക്കുകയാണ്, അല്ലെങ്കിൽ മനുഷ്യരിൽ നിന്ന് കേൾക്കുകയാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. രണ്ടും കൂടെ ഒരിക്കലും കോൺട്രഡിക്റ്റ് ആയി വരത്തില്ല. അപ്പോഴേ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നത് എങ്ങനെയാണ്? ദൈവം പറഞ്ഞിരിക്കുന്ന ദൈവവചനത്തിൽ കൂടി കേൾക്കും, ആത്മാവിൻ്റെ കൺവിക്ഷൻ ഹൃദയത്തിലേക്ക് തരും. അങ്ങനെയാണ് ദൈവത്തിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് നമ്മൾ കേൾക്കും ചില കാര്യങ്ങൾ. നിന്റെ ബ്രേക്ക് ത്രൂ വന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ സ്പെസിഫിക്കായിട്ട് ദൈവം എൻ്റെ ആത്മാവിനോട് സംസാരിക്കും. നിങ്ങളുടെ ഒരു വിഷയം പോലും ചില കാര്യങ്ങൾ ചിലപ്പോൾ അത് ബ്ലാങ്ക് ആയിരിക്കും, നമുക്കറിയത്തില്ല. എന്നാൽ ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു വിഷയം എനിക്ക് തരികയാണ്, ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്, നിങ്ങൾ എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞു ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ പോലും ദൈവം ചില കാര്യങ്ങൾ കൺവിക്ഷൻ ഹൃദയത്തിൽ തരും. അത് ഇത്രാം തീയതി നടക്കും, ഇത്രാം തീയതി അത് നടക്കും, അല്ലെങ്കിൽ അത് നടക്കത്തില്ല, അതിന് തുടർമാനമായി പ്രാർത്ഥിക്കണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഹൃദയത്തിൽ നമുക്ക് തരുമ്പോഴാണ് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നത് 30 ദിവസം കഴിയുമ്പോൾ ഇന്ന സംഭവിക്കും ഇതെന്നൊക്കെ പറയുന്നത്. ഒരു പ്രൊഫസി പോലെ ചില സമയങ്ങൾ ദൈവം തരും. നിങ്ങൾക്കും അത് ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ ജീവിതത്തിലുള്ള നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാലും നിങ്ങൾക്ക് ദൈവം ഗൈഡ് ചെയ്യും. ഞാൻ തന്നെ പ്രാർത്ഥിക്കണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കുക, ഇത് കൺവിക്ഷൻസ്, ബ്രേക്ക് ത്രൂവിൻ്റെ കൺവിക്ഷൻസ് ഡയറക്റ്റായിട്ട് ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇമ്പാർട്ട് ചെയ്യും ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ്. അതുകൊണ്ടാണ് ദൈവവചനം മെഡിറ്റേറ്റ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ആവശ്യം പറയുന്നത്. ഈ ദൈവവചനം വെളിച്ചമാണ്. ഈ വെളിച്ചം ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അന്ധകാരം മാറുകയാണ്. അന്ധകാരം മാറുമ്പോൾ അവിടെയൊക്കെ ഏഞ്ചലിക് പ്രസൻസ് വരികയാണ്. ഏഞ്ചലിക് പ്രസൻസ് വരുമ്പോൾ അതിനോടൊപ്പം തന്നെ ഏഞ്ചൽസ് വരുമ്പോൾ അതിൻ്റെ പരിവാരങ്ങളും അതിൻ്റെ ചുറ്റും കാണും. അവിടെയൊക്കെ വലിയ വലിയ വെളിപ്പാടുകൾ വന്നു ചേരുകയാണ്. ഈ വെളിപ്പാടുകൾ നിങ്ങളുടെ ഡെസ്റ്റിനിയാണ്, നിങ്ങളുടെ ഭാവിയാണ്. അവിടെ ചില ഡിവൈൻ കണക്ഷൻസ് വരികയാണ്, ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് വരികയാണ്. ഈവൻ ഏഞ്ചൽസ് വിൽ കം ആൻഡ് ടു ഹെൽപ്പ് യു. നിങ്ങളറിയാതെ എത്തും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ബ്രേക്ക് ത്രൂ വരുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. എൻ്റെ കർത്താവേ, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, എന്നാൽ എൻ്റെ ബ്രേക്ക് ത്രൂ എനിക്കിതുവരെയും വന്നില്ല. എന്തൊക്കെയോ തടസ്സമുണ്ട്. ആ തടസ്സങ്ങളൊക്കെ ഒന്ന് പൊട്ടണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാം. നിങ്ങൾ എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കണം. ഈ ബ്രേക്ക് ത്രൂ, ഈ തടസ്സങ്ങളൊക്കെ ഒന്ന് പൊട്ടി മാറണം. പ്രസവിക്കുന്നതിന് മുമ്പുള്ളൊരു വേദന പോലെ ചെറിയ വേദനയിൽ കൂടി കടന്നു പോയെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബ്രേക്ക് ഓപ്പൺ. ഒരു ബ്രേക്ക് ത്രൂ വരികയാണ്. ഒരു വലിയ സന്തോഷത്തിൻ്റെ കാരണമായി തീരുക. ഒരു വിശാലത വരുത്തുകയാണ്. ജബേസിൻ്റെ പ്രാർത്ഥന പോലെ ഒരു വിശാലത നിങ്ങൾക്ക് വരാൻ പോവുകയാണ്. ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നീ ഞങ്ങളെ വിടുവിക്കണം. ഞങ്ങൾക്ക് പല കാര്യങ്ങൾ സയൻസായിട്ട് കാണിച്ചു തന്നെങ്കിലും അതിനൊക്കെ ഉപരിയായിട്ട് ദൈവം തന്നെ നേരിട്ട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാവരുടെയും ജീവിതങ്ങൾ ഹേമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ബ്രേക്ക് ത്രൂ ഈ ദിവസങ്ങൾ ഉണ്ടാകുവാൻ കർത്താവെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേക നാളുകളായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് കർത്താവെ തളർന്നവരുണ്ട്. കഴിഞ്ഞ ദിവസവും കർത്താവെ വിളിച്ച് അനേക നാളുകളായി പ്രാർത്ഥിക്കുക, തളർന്നിരിക്കുക, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കർത്താവെ, ഒരു ബ്രേക്ക് ത്രൂ ഇനി കൊടുക്കണമേ. അവിടെ ജീവിതത്തിൽ ഒരു ബ്രേക്ക് ത്രൂ കൊടുക്കണമേ. ചില കാര്യങ്ങൾ മാറ്റാനുള്ളതൊക്കെ ഒന്ന് മാറ്റിക്കളവാൻ, ചില കാര്യങ്ങളൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യുവാൻ കർത്താവെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്പിരിച്വൽ ലോസിൻ്റെ കീഴിൽ അബൈഡ് ചെയ്യുവാനായിട്ട് കർത്താവെ, സ്പിരിച്വൽ പ്രോട്ടോക്കോൾസ് കർത്താവെ അനുസരിപ്പാനായിട്ട്, കർത്താവെ ആ നിയമങ്ങൾ അനുസരിപ്പാനായിട്ട് കർത്താവെ നീ സഹായിക്കുക, ഇടവരുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ചില ആളുകൾ,
അനേക വർഷങ്ങളായി പ്രാർത്ഥിക്കുകയും കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുകയും ചെയ്യുന്ന ചില ആളുകളെ ഇത് കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അവർക്കൊരു വലിയ ഡെലിവറൻസ് വരികയാണ്. നിങ്ങൾ വിശ്വാസത്തോടെ എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കുമോ? ഗർഭപാത്രം അടഞ്ഞിരിക്കുന്നത് ഈ ദൈവം ഇന്ന് തുറക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് തുറക്കുകയാണ്. റബാഷക്കി റബാലത. ദൈവത്തിൻ്റെ ശക്തി ഇന്ന് അവിടെ വെളിപ്പെടുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഇന്ന് അവിടെ വെളിപ്പെടുകയാണ്. ദൈവം വലിയൊരു നന്മ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അയക്കുകയാണ്. സ്തോത്രം, സ്തോത്രം. ഫൈനാൻഷ്യൽ ക്രൈസിസ് കൂടി കടന്നു പോകുന്ന ചില ആളുകൾ കാണുന്നു. ഒരു സ്പിരിറ്റ് ഓഫ് പ്രൊഫസി പോലെ നിങ്ങൾ ഏറ്റെടുക്കുക. നിങ്ങളുടെ ജീവിതം ഭയങ്കര ടഫാണ്. ഈ ദിവസങ്ങളിൽ ടഫാകുകയാണ്, ഭയങ്കരമായി ടഫാകുകയാണ്. അത് ഒരു വേദനയുടെ ഒരു പ്രയാസമാണ്. ഒരു വേദനയിൽ കൂടി കടന്നു പോവുകയാണ്. എന്നാൽ അതിൻ്റെ പിന്നിൽ, അതിൻ്റെ പുറകിൽ നിങ്ങൾക്ക് വലിയൊരു സീസൺ ആരംഭിക്കുകയാണ്. നിങ്ങളങ്ങ് പ്രാർത്ഥിക്കുക. ഉപവാസത്തിലൂടെ ഒരു 3 ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ഉപവസിച്ച് അങ്ങ് പ്രാർത്ഥിക്കുക. അതിനുശേഷം വലിയൊരു ഡെലിവറൻസ് അവിടെ നടക്കുകയാണ്. സ്തോത്രം, സ്തോത്രം. നിങ്ങൾക്കൊരു ഫൈനാൻഷ്യലായിട്ടുള്ള ക്രൈസിസിൽ കൂടി കടന്നു പോകുന്നുണ്ടെങ്കിൽ അടുത്ത 3 ദിവസം ദൈവസേനയിൽ ഒന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുക. അതിൻ്റെ പുറകിലെ വലിയൊരു വിടുതൽ തരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് വിളിച്ചു പറയുന്നു. ഒരു കൺഫർമേഷൻ എന്ന ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ തരുന്നു. സ്തോത്രം, സ്തോത്രം. ചില ആളിലൊക്കെ ഉപേക്ഷിച്ചു പോയി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ അവർ ഉപേക്ഷിച്ചൊക്കെ പൊക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്കൊരു ബ്രേക്ക് ത്രൂ ദൈവം തരികയാണ്. ഈ ദിവസങ്ങളിൽ വലിയൊരു ബ്രേക്ക് ത്രൂ തരികയാണ്. ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പ്രാർത്ഥിച്ചോ അതിനൊക്കെ ഒരു ഉത്തരമായിട്ട് ദൈവത്തിൻ്റെ ദൂതൻ ഇന്ന് നിങ്ങളുടെ അരികിലേക്ക് വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദൂതൻ ഇന്ന് ഇറങ്ങുകയാണ്. ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പ്രാർത്ഥിച്ചോ അതിന് ഉത്തരവുമായിട്ട് ഗബ്രിയേൽ ദൂതൻ വന്നതുപോലെ ഇന്ന് ദൈവത്തിൻ്റെ ദൂതൻ നിങ്ങളുടെ അരികിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് ഉത്തരവുമായി വരികയാണ്. എല്ലാ തടസ്സങ്ങളും മാറി ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമോ? ദൈവം കർത്താവ് ഒരു വിടുതൽ തരും. നിങ്ങളുടെ വർക്ക് പ്ലേസിലുള്ള ചില പ്രശ്നങ്ങൾ, സുപ്പീരിയേഴ്സുമായിട്ടുള്ള പ്രശ്നങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അതെല്ലാം ഇന്ന് പൊട്ടിമാറുകയാണ്. നിങ്ങളുടെ വർക്ക് പ്ലേസിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും കർത്താവ് ഇന്ന് നിങ്ങൾക്ക് വിടുതൽ തരികയും സഹായിക്കുകയും ചെയ്യും. അഡീഷണൽ വർക്കിലോട് തരികയോ അവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ അതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് മാറിപ്പോവുകയാണ്. പ്രഷർ, ഒരു വലിയ ഡിമാൻഡ്, കർത്താവെ ആത്മാവിലൊരു ഡിമാൻഡ് നീ ഇന്ന് അവരുടെ ജീവിതങ്ങളിൽ കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെയൊക്കെ അനുഗ്രഹിക്കണം, സഹായിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. തീർച്ചയായും നിങ്ങൾക്കൊരു ഡെലിവറൻസ് വന്നിട്ടുണ്ട്. നിങ്ങൾ ആ കാര്യം നിങ്ങൾ അതിനകത്തൊന്ന് പോസ്റ്റ് ചെയ്യണം. അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുള്ള വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. തീർച്ചയായും ഈ ഒരു ശുശ്രൂഷയെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് നോർത്ത് ഇന്ത്യയിലെ മിഷണറീസ് ഉണ്ട്. അവരെ സപ്പോർട്ട് ചെയ്യുകയും അവരെ ട്രെയിൻ ചെയ്യുകയും അവരോട് പോയി ഇരിക്കുകയും അവരെ എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതിനുവേണ്ടി ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഈ മെറ്റനോയ മിനിസ്ട്രീസ് ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെയും ബലമായിരിക്കുന്നത്. നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ സീസണിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യപ്പെടുവാനായി ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നവർ എന്നെ വിളിക്കുകയും ഫോൺ വിളിക്കുകയും പ്രാർത്ഥനയെ എടുക്കുകയും ചെയ്യാൻ കുഴപ്പമില്ല. അത് നിങ്ങളുടെ ദയവായിട്ട് ചില സമയങ്ങളിൽ വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് നമ്പറിൽ തന്നെ വോയിസ് മെസ്സേജ് ഇടുക. നിങ്ങൾ തിരിച്ച് വിളിക്കുകയോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നതാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.